ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇവിടെ 10 മണിയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ കുറച്ച് ഞാൻ അനുഭവിച്ച് വന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. അനുഭവിച്ച് വന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലെങ്തി വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എൻ്റെ മുന്നുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ കേട്ടോ. എൻ്റെ മാനസികാവസ്ഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ, ഈ പഴയ കാര്യങ്ങൾ പറയുന്നതിൽ ഞാനും ഒരു പ്രവാസിയുടെ ഭാര്യയായിരുന്നു, പ്രവാസ ലോകത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ അനുഭവിക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നാട്ടിലൊക്കെയാണ് നമ്മളെ കല്യാണം കഴിച്ച് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അയലോക്കംകാരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെ എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ലൈഫ് നല്ലതല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് നല്ല പാടായിരിക്കും. അങ്ങനെ കുറേ ഞാൻ അനുഭവിച്ച് വന്നിട്ടുണ്ട്. അപ്പം ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ദുബായിൽ തന്നെയാണെങ്കിലും അടുത്ത് ഞാൻ ഓർത്തിരിക്കുന്നത് 2 സംഭവമാണ്. ഇവിടെ ഷാർജയിൽ തന്നെ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നിസ്സഹായരായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. വീട്ടുകാർ അപ്പോഴൊന്നും നീ എന്നാലും കുറച്ചും കൂടെ പിടിച്ച് നിൽക്ക് എന്നുള്ളൊരു ഇതാ പറയുക. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രവാസിയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ കയ്യിലൊരു ഫോണില്ല, അല്ലെങ്കിൽ നമുക്ക് ആരും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫ്രണ്ട്സ് ഇല്ല, ഒരു നൈബേഴ്സ് ഇല്ല. ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ തീർച്ചയായിട്ടും സൂയിസൈഡിനെ കുറിച്ചൊക്കെ ആയിരിക്കും ആലോചിക്കുക. പക്ഷേ ഞാൻ അന്നേരം ഒക്കെ പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തുന്ന അവസരത്തിൽ, നാട്ടിൽ വന്നില്ല എന്നല്ല, ഇടയിലൊക്കെ വരുമായിരുന്നു. പക്ഷേ വീട്ടുകാർ പറയുമായിരുന്നു ഒന്നും കൂടെ നീ ട്രൈ ചെയ്യുമെന്ന് പറയുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ലൈഫ് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും, പക്ഷേ പിന്നീട് അതൊരു റിഗ്രറ്റ് ആവരുത്. ഞാനൊന്നും കൂടെ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫ് പോയെന്ന് ചിന്തിക്കരുത് എന്നുള്ളൊരു ഇതുകൊണ്ട് കുറേ തവണ ഞാൻ നോക്കിയിട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്കാവാന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്കായപ്പോൾ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സൊസൈറ്റിയുടെ അടുത്തുനിന്നുള്ള കാര്യം. ഫസ്റ്റ് എനിക്കൊരു ജോലിയില്ലായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ജോലി ചെയ്യാനായിട്ട് വിചാരിച്ചത് എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നായിരുന്നു. അപ്പോൾ MSc നഴ്സിംഗ്, ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ്. അപ്പോൾ MSc നഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ എനിക്ക് വീട് വിട്ട് പോകേണ്ടി വരും, വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. അപ്പോൾ പിള്ളേരെ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരും. ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു നേഴ്സ് എന്ന് പറയുന്നത്, നേഴ്സിന് ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫ്യൂച്ചറിലോട്ട് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എൻ്റെ പിള്ളേരെ ഞാൻ എവിടെ ഏൽപ്പിക്കും എന്നൊക്കെയുള്ള ഒരു ഇതും കൊണ്ട് ഞാൻ MSW ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ MSW കംപ്ലീറ്റ് ചെയ്തു. സൈക്യാട്രി ആയിരുന്നു ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതെൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് നടക്കാവുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി സെൻറ്ററിലായിരുന്നു ഞാൻ ചെയ്തത്, വയനാട്ടിൽ തന്നെ. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ജോലിയില്ലായിരുന്നു. PG തീരുന്ന ആ ഒരു സമയത്തായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ ഞാൻ MSW വെച്ച് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് ജോലി ആവശ്യമായതുകൊണ്ട് വീണ്ടും തിരിച്ച് നഴ്സിങ്ങിലേക്ക് തന്നെ വന്നു. ഇപ്പോഴും ഞാൻ നേഴ്സായിട്ടാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. MSW കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഞാൻ ആ ഒരു ഇതിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. എനിക്ക് ജോലിപരമായിട്ട് ഒരു എക്സ്പീരിയൻസും അതിനകത്തില്ല. ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നീ കൗൺസിലിങ്ങിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തോടെ. ആക്ച്വലി എനിക്ക് ചില സമയത്ത് എനിക്കൊരു കൗൺസിലിംഗ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ പോകുന്ന ഞാൻ എങ്ങനെ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ നേഴ്സായിട്ട് ഞാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നാട്ടിൽ ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ NHM പോസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, താലൂക്ക് ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജോലി അങ്ങ് പോയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ഗൾഫിൽ വരണമെന്നൊന്നുമില്ല, കാര്യമില്ല. ഗൾഫിൽ വരണം എന്നുള്ളൊരു തീരുമാനമൊന്നും അന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്തു. എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി അറിയുമൊന്നുമില്ല, ഒരു ഓഫീസിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ആ ജോലി, എനിക്ക് ഇതേപോലെ തന്നെ ഒരു താൽക്കാലിക പോസ്റ്റാണ്, അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം. ഞാൻ തൽക്കാലം ലിസ്റ്റിലുണ്ടെന്നൊക്കെ ഉള്ളൊരു വിവരം എനിക്ക് കിട്ടിയതിനെ തുടർന്നാണ് ഞാൻ അവിടെ പോയി അന്വേഷിച്ചത് കേട്ടോ. അതിൻ്റെ ആദ്യത്തെ ഒരു ജോലി തെണ്ടലായിരുന്നു.
ആ തെണ്ടി ചെന്നപ്പോഴത്തേക്കും ആൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ജോലി അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആ സമയത്ത് സ്കൂളിൽ ചേർക്കാനായിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജോലി ആവശ്യമാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, കേസുകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫിനാൻഷ്യലി ഒന്നുമില്ല, ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത്, കൂടെ എൻ്റെ പാരൻസ് ഉണ്ട്, 2 പിള്ളേരുണ്ട്, അതുകൊണ്ട് അവസ്ഥ മോശമായതുകൊണ്ട് എനിക്ക് എന്തായാലും ജോലി വേണം. ഓക്കെ, അയാളെല്ലാം കേട്ടു കേട്ടോ. അതിനുശേഷം എൻ്റെ നമ്പർ വാങ്ങിച്ചു, വിളിക്കാമെന്ന് പറഞ്ഞു, അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നറിയോ? ഷജില ഫ്രീ ആണോ, ഷജില വരുമ്പോൾ പറയൂ, നമുക്കൊരു കോഫി കുടിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ പോയത് ഒരു ജോലി തേടിയിട്ടാണ്, പക്ഷേ ആളുടെ റിപ്ലൈ വന്നത് ഒരു കോഫി കുടിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോകുന്നത് വേറെ ലെവലിലോട്ടാണ്. അപ്പോഴാണ് എനിക്ക് പതുക്കെ മനസ്സിലാവാൻ തുടങ്ങി. എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉള്ളത് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ആരും ശല്യവും കൊണ്ടൊന്നും വരാറില്ലായിരുന്നു. അല്ലെങ്കിൽ വീടിന് ചുറ്റും പ്രശ്നം, ഒറ്റയ്ക്ക് സ്ത്രീകൾ താമസിക്കുമ്പോൾ അങ്ങനത്തെ നോട്ടങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ പപ്പ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഇത് ഞാൻ ഒരാവശ്യം പറഞ്ഞ് പുള്ളിയെ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ പുള്ളിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടത്തിൽ കോഫി കുടിക്കുക, പിന്നെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഞാനത് അവിടെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് അറിയേണ്ടത് എന്നെ വിളിക്കുകയോ ഇല്ലയോ എന്നായിരുന്നു. അങ്ങനെ എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. ജോലി ഓൾറെഡി പോയിട്ടാണ് ഇരിക്കുന്നത്. അയാളുടെ ഈ ഒരു സ്വഭാവം കാരണം ഞാൻ ബാംഗ്ലൂർ ജോലിക്ക് അപ്ലൈ ചെയ്തു. ബാംഗ്ലൂർ ഒരു Cloud9 എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ബാംഗ്ലൂരും വയനാടും തമ്മിൽ വലിയ വ്യത്യാസമില്ല, 6 മണിക്കൂർ മതി പോയി വരാം. അപ്പോൾ ഞാൻ വീക്കിലി വരും. അപ്പോൾ അവിടെയും 12 hours ഡ്യൂട്ടിയും പിന്നെ മന്ത്ലി ഒരു 15 days ഒക്കെ വർക്ക് വരുന്നുള്ളൂ. ബാലൻസ് നമുക്ക് ഓഫായിരിക്കും, നമുക്ക് ഇഷ്ടംപോലെ ഓഫ് കിട്ടും. അന്നേരം എനിക്ക് വീട്ടിലേക്ക് വരാനും സുഖമായിരുന്നു. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമുക്ക് കുറച്ച് മാത്രം സാലറി കിട്ടുന്നു, അതുകൊണ്ട് തികയുന്നില്ല. ഒന്നാമത് ഒരു വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പൈസ വെച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കാം. പക്ഷേ വീടും ഇല്ല, ഞാൻ റെൻറ്റും കൊടുക്കണം, പിന്നെ ഈ പിള്ളേരെയും പഠിപ്പിക്കണം. ഫുള്ള് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഓരോരുത്തർക്ക് അതായത് എൻ്റെ പാർട്ട്ണറുടെ വശത്തുനിന്ന് എൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊടുക്കും, അവളോട് വരാനായിട്ട് പറ. അപ്പോൾ ഇതൊക്കെ വിളിക്കുന്ന ആണുങ്ങളാണ് കേട്ടോ. അപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം, എന്താണ് നിങ്ങളുടെ ഒരു പ്രശ്നം, നിങ്ങൾ തമ്മിൽ വേറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ അവർക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ബെഡ്റൂമിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടത്. ഞാൻ വിചാരിക്കും ഇത്രയും തരംതാണ് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന മനുഷ്യന്മാരാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പോലീസുകാരനെ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നയാൾ തന്നതാണ്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, എന്താണ് കാര്യം. ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജോലിക്ക് വേണ്ടി ഓടിപ്പായിരുന്നു, വീട്ടിലെ ടെൻഷൻ, പിള്ളേരെ പഠിപ്പിക്കേണ്ട, അതൊന്നും ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പെണ്ണിൻ്റെ എന്താ പറയുക വിഷമങ്ങൾ നമുക്ക് എവിടെ ചെല്ലുമ്പോഴും നമ്മളെ ആ ഒരു കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. നമ്മളെ കിട്ടുമോ കാര്യങ്ങൾ നടക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ വിഷമോ നമ്മുടെ കാര്യമോ നമ്മുടെ പിള്ളേർ പട്ടിണി കിടക്കുന്നതോ ഇതൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. മനസ്സിലായോ? ആ സമയത്ത് ഈ ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം എൻ്റെ പ്രശ്നം നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ്. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമോ, അതോ ഞാൻ നിങ്ങളെപ്പോലത്തെ ആണുങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി പറയാനിരിക്കണോ എന്ന് ചോദിച്ചു. അയാൾ അങ്ങനെ ഫോൺ വെച്ചിട്ട് പോയി കേട്ടോ. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി കോർട്ടിൽ കേസ് നടക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത അന്ന് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ചുറ്റും താമസിക്കുന്നവരാണെങ്കിലും നമ്മുടെ ചില ബന്ധുക്കളാണെങ്കിലും അവർക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിയടിപ്പിച്ചിട്ട് കാണുന്ന ഒരു രസമുണ്ടല്ലോ, അതിങ്ങനെ നോക്കാം. മറ്റുള്ള കുടുംബത്തിൽ നടക്കുന്നത് കണ്ട് രസിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അനങ്ങിയാൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പകുതി മുക്കാലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലാതായിപ്പോയത്. ഇവരെല്ലാം നൈസിൽ നമ്മളെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയും, എന്താണ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷമം കേൾക്കാനല്ല, അവർക്കത് കേട്ടിട്ട് ഒരു രസമാണ്. നമ്മൾ വിഷമിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുണ്ട്, ഇവരുടെ ഫാമിലിയുടെ വശത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ട്, ഇവരുടെ വശത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ട്, പോലീസുകാരിങ്ങനെ, കോടതി ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് അതൊരു കേട്ടിട്ടൊരു രസമാണ് കേട്ടോ. ആ സമയത്ത് ഇതേപോലെ തന്നെ ആരാണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇവർ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോലെ കൊടുത്തു. പോലീസുകാർ ഇത്രയും ശുഷ്കാന്തിയായിട്ട് ഇവിടെ ഇഷ്ടംപോലെ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടായിരിക്കും അവർ നമ്മുടെ പുറകെ വരുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു നിരാലംബരാന്ന് മനസ്സിലാകുമ്പം അത് കൂടും അല്ലേ. അങ്ങനെ എനിക്ക് കോള് വന്നു കേട്ടോ. ഞാൻ ജോയിൻ ചെയ്യുന്ന അന്ന്, ഫസ്റ്റ് ജോലി കിട്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന അന്ന്, ഷജില പോലീസ് സ്റ്റേഷനിൽ വന്നേ പറ്റുള്ളൂ, ഞാനെന്തോ തീവ്രവാദിയോ അല്ലെങ്കിൽ എന്തോ കട്ടെടുത്തിട്ടോ കൊന്നിട്ടൊക്കെ ഇരിക്കുന്ന പോലെയാണ് പറയുന്നത്, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ, ഇന്നും ഞാൻ പേരും മറന്നിട്ടില്ല ആളെ മറന്നിട്ടില്ല, എനിക്കറിയാം, അയാൾ
എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ, ഇന്ന പോലെ സംസാരിക്കാൻ ഏറ്റവും അവസാനം ഞാൻ പോകുന്ന സമയത്ത്, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്റ്റേഷനിൽ ഞാൻ കയറി. ഇതൊക്കെ ഒരു കല്യാണം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഞാൻ ആരുടെയും പിടിച്ചു പറിച്ച് വെച്ചിട്ടല്ല കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പം ഇയാളിരുന്ന് സംസാരിക്കുക. അവിടെ ഇഷ്ടംപോലെ വനിതാ പോലീസ് ഉണ്ട്, പക്ഷേ അവർക്കൊന്നും സംസാരിക്കേണ്ട, ഇയാൾക്ക് മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ ഇയാൾക്ക് മാത്രമായിട്ടൊരു ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ. എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ പോലീസുകാരനെ മെൻഷൻ ചെയ്തിട്ടില്ല, ഇവിടെ പോലീസ് സ്റ്റേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല, സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി കോടതിയിൽ ഇരിക്കുന്ന കേസാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒത്തുതീർപ്പാക്കാൻ യാതൊരു താല്പര്യമില്ല. ഒത്തുതീർപ്പെന്ന് ഇവർ പറയുന്നത് തിരിച്ച് വീണ്ടും പഴയ ലൈഫിലോട്ട് പോകാനാണ്, അതിനെനിക്ക് താല്പര്യമില്ല. അതിന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ അന്നേരം ഇയാൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ, ചോദിക്കുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു മലയാളി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് എല്ലാവരെയും മലയാളിയെ അടക്കി പറയുന്ന എല്ലാ മലയാളികളെയും ഞാൻ അടക്കി പറയാമല്ലോ കേട്ടോ. ശരാശരി മലയാളീൻ്റെ സ്വഭാവം ഇതാണ്. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അവരുടെ പാസ്റ്റ് എന്താ, അവർ പാസ്റ്റിൽ എന്താ ചെയ്തത്, എങ്ങനെയായിരുന്നു അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒളിഞ്ഞു നോക്കാനാണ് താല്പര്യം. അതിനെ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയാനും താല്പര്യമില്ല, എന്ന് വെച്ചാൽ കോടതിയിലിരിക്കുന്ന കേസാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അവരുടെ പെർമിഷൻ ഇല്ലാതെ കേട്ടോ ഞാൻ ഇറങ്ങിപ്പോന്നു, എന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അതിനുശേഷം എനിക്ക് കോള് വരികയാണ്, ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുണ്ട്, എവിടെയാണ് ഷജിലയുടെ വീട്? അപ്പോൾ ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന ഫ്ലാറ്റിലാന്ന് പറഞ്ഞു. എവിടെയാണ്, ഏത് റൂമിലാണ് ഷജില? അന്നേരം ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, സാർ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞതാണ്, കോടതിയിൽ കേസ് നടക്കുന്നതാണ്, അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ശല്യം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഒരു പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരാളുടെ ഒരു സഹായം കിട്ടിയിട്ടാണ് ആ ഒരു ശല്യം നമുക്ക് നിന്നത്. അയാൾ പോയി ചോദിച്ചു, എന്തിനാ ആ പെണ്ണിനെ ഇതാക്കുന്നത് എന്ന് പോയി ചോദിച്ചു. അപ്പോൾ പൊളിറ്റീഷ്യന്മാരൊക്കെ ഇടപെടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാവും. അങ്ങനെ അയാൾ പിന്മാറി. വീണ്ടും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം റിക്വസ്റ്റ് വന്നേക്കുന്നു, ഞാൻ ബ്ലോക്കാക്കി കളഞ്ഞു കേട്ടോ. അങ്ങനെ അതാണ് എനിക്ക് നാട്ടിൽ ഞാൻ സിംഗിളായിട്ട് നിന്നപ്പോൾ കിട്ടിയ അനുഭവം. അതിനുശേഷം ഞാൻ യു എയിൽ വന്നു കേട്ടോ. യു എയിൽ വന്ന സമയത്ത് ഞാൻ ഒരാളുടെ അടുത്തും ആദ്യം പറയില്ലായിരുന്നു ഞാൻ സിംഗിളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡ് ഇല്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ ഓൾറെഡി ഇങ്ങനത്തെ അനുഭവങ്ങളാണ് കിട്ടിയത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ എനിക്ക് ഒരു മനുഷ്യനെ അറിയില്ല, ഞാൻ ജോലി തേടി വന്നതാണ്. എനിക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു 1-2 വർഷം ഞാൻ അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഡിവോഴ്സായി. പിന്നെ അതിന് ശേഷമാണ് പതുക്കെ ഞാൻ പറയാൻ തുടങ്ങിയത് ഞാനിതാണെന്ന്. ഇന്ന് ഞാൻ പ്രൗഡാണ്. ഞാൻ അത്രയ്ക്കുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞാൻ ഇത്രയും ആത്മഹത്യ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മൈൻഡ് സെറ്റാണ്. പിന്നെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും. പിന്നെ യു എയിൽ വന്നിട്ടുള്ള ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വർക്ക് പ്ലേസിൽ തന്നെ നല്ലവരും ഉണ്ട് ചീത്തവരും ഉണ്ട് കേട്ടോ. നല്ല ആൾക്കാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഇപ്പോഴാണെങ്കിൽ പോലും ദൈവത്തിനെ പോലെ കാണുന്ന രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. ഞാൻ എപ്പോഴും കോൺടാക്റ്റ് വയ്ക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എനിക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ ഈ ദുഷ്ടലാക്കോടെ കാണുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ പേരൊന്നുമില്ല. എനിക്കങ്ങനെ ബാഡായിട്ട് കിട്ടിയത് ഒരേ ഒരു വ്യക്തിയിൽ നിന്നാട്ടോ. അതും ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കും ഭയങ്കര ടെൻഷനാണ് എന്നെ കാണുമ്പോൾ. എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഷജില എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, കല്യാണം കഴിക്കാതെ എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? അതാ മനുഷ്യരുടെ ചിന്ത, മനസ്സിലായോ? ഒരു സിംഗിൾ പാരൻറ്റ്, ഒരു സിംഗിൾ ലേഡി നടക്കുമ്പം ആൾക്കാരുടെ ടെൻഷനാണ് അവളുടെ വേറെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഈ പറയുന്ന വ്യക്തികൾ സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കിയിട്ടാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. സ്വന്തം ഭാര്യയുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവളുടെ ആവശ്യം നടത്തി കൊടുക്കുന്നുണ്ടോ, അവളോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർക്ക് ടെൻഷൻ, അവരെ സംബന്ധിക്കാത്ത വ്യക്തികൾ അവരുടെ ചുറ്റും നടക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നടക്കുന്നത്. അതുപോലെ ഷജില ഇന്നലെ എങ്ങോട്ടാണ് പോയത്? ഇന്നലെ ഏതോ കാറിൻ്റെ ഫ്രണ്ടിലിരുന്ന് പോകുന്നത് പോലെ വീഡിയോ കണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ. ഇതൊക്കെ ആൾക്കാരുടെ ടെൻഷൻ. എനിക്കെന്താ കാറിൻ്റെ ഫ്രണ്ടിലിരുന്നൂടെ? കാറിൻ്റെ ഫ്രണ്ടിലിരുന്നു എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? അതെനിക്കിപ്പം നാട്ടുകാരെ ബോധിപ്പിക്കണോ? ആരുടെ കാറിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ ആരുടെ കാറിൽ ഞാൻ പോയി? ഞാൻ ചിലപ്പോൾ ടാക്സിയിലായിരിക്കും പോയിട്ടുണ്ടാവുക, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലായിരിക്കും. മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും കണ്ണ് അതുപോലെയല്ല. പിന്നെയുള്ള ടെൻഷനാണ്, ഷജില ഇങ്ങനെ നിൽക്കരുത് കേട്ടോ, കല്യാണം കഴിക്കണം.
എന്നുവെച്ചാൽ ഇത് പോവുക. ഒന്ന് കെട്ടിയതിൻ്റെ ഹാങ് ഓവർ എനിക്ക് തീർന്നിട്ടില്ല. ഒന്ന് കെട്ടിയതോടുകൂടിയാണ് ഞാൻ ഈ ഒരു കോലത്തിലായത്. ഞാൻ കല്യാണം കഴിക്കാതെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആവശ്യത്തിന് എഡ്യൂക്കേഷൻ എൻ്റെ പാരൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയേനെ. ഇതിപ്പോൾ 2 പിള്ളേരുടെ കാര്യവും നോക്കണം, അവരെ പഠിപ്പിക്കണം, അവരുടെ ഫ്യൂച്ചർ ആലോചിച്ച്, അവരുടെ ട്യൂഷൻ മിസ് എന്നെ വിളിക്കും, അത് ഇതെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ക്ലാസ് ടീച്ചർ എന്നെ വിളിക്കും, അവരുടെ മദ്രസ നോക്കണം, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. അവരുടെ പരാതി കേൾക്കണം, അവരുടെ അത് ഇത് മറ്റത് മറിച്ചെന്നുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലോ ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതിയല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരുടെ ഒരു ചോദ്യമാണ്, ഷജില എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം. പിന്നെ 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 ഈ വ്യക്തിയിൽ നിന്നും എനിക്ക് നേരിട്ടൊരു ചോദ്യമാണ് കേട്ടോ. എന്തായിരുന്നു റീസൺ, ഷജില ഡിവോഴ്സ് ആവാനുള്ളൊരു റീസൺ പറയാമോ? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എണ്ണിയിട്ട് നമ്മുടെ ഓരോ റീസൺ ഓരോരുത്തരോട് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ എന്താ പറയുക, എനിക്ക് ആ കാര്യമായിരുന്നു, ഈ കാര്യമായിരുന്നു, അല്ലെങ്കിൽ കൂടെ ജീവിച്ച ആളുടെ ഫോട്ടോ എടുത്തിട്ട് അയാളെ നശിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആൾക്ക് ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ റീസൺ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന്. നമ്മൾ അങ്ങോട്ട് കുറച്ചൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ്, ഏതെങ്കിലും വഴിക്ക് പോട്ടെ എന്ന് നമ്മൾ ചിന്തിച്ച് വിടണം. നമ്മൾ താല്പര്യമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും കടിച്ചു തൂങ്ങി നിൽക്കരുത്. അപ്പോൾ ഈ വ്യക്തി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒന്നും തോന്നരുത് കേട്ടോ, ഇജാക്കുലേഷൻ പെട്ടെന്ന് വരുന്നത് കൊണ്ടാണോ ഷജില ഡിവോഴ്സ് ആയേ എന്നാണ് പുള്ളിയുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ പറയുന്ന സംഭവം പെട്ടെന്ന് ഉണ്ടാകുന്നതും ഡിവോഴ്സും തമ്മിൽ എന്താ കാര്യമെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് 2-3 തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓൾറെഡി ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇനി ഒരിക്കലും ആ പുള്ളിക്ക് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ സിംഗിൾ ലൈഫ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ UAE-യിലാണെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലം മാറി വേറൊരു ജോലിയിലാണ് ഞാനുള്ളത്. അവിടെ ഞാൻ എന്തായാലും സേഫാണ്. അവിടെ ഒരു കാരണവശാലും ഒരാൾ പോലും നമ്മളെ വേണ്ടാത്ത രീതിയിൽ നോക്കുമോ, നമുക്ക് റെസ്പെക്ട്. ഈ പറയുന്ന ഈ കോർപ്പറേറ്റ് സെക്ടറിൽ കുറച്ച് ടീംസൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കും. ഇത് എല്ലാവരും ഇല്ല കേട്ടോ, മലയാളികൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. വേറെയുള്ള രാജ്യക്കാർ അല്ലെങ്കിൽ എത്ര രാജ്യക്കാരുമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട്, എല്ലാ മലയാളീസിനും ഇല്ല. ചില മലയാളിക്ക് മാത്രമേ ഉള്ളൂ ഈ കുത്തലെന്ന് ഞാൻ പറയും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പം എൻ്റെ പേഴ്സണൽ സ്പേസിനെ അല്ലെങ്കിൽ എന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാർട്ട്ണറായിരുന്ന ആൾ, ഞങ്ങൾ ഓൾറെഡി പിരിഞ്ഞതാണ്, എല്ലാ കാര്യങ്ങളും തീർന്നതാണ്. അപ്പം പണ്ടും ഡിവോഴ്സിന് മുമ്പും ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുക, അതും ഇതും വിളിച്ചു പറയുക, പിന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുക, എൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് ഒരു ഹോബി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ ഈ സെയിം പറയുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേരം നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി UAE-യിലായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ വക പ്രശ്നങ്ങളൊന്നും ആളുടെ സൈഡിൽ നിന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നോ അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ വയസ്സായ മാതാപിതാക്കൾ, പിന്നെ എൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത 2 പിള്ളേർ, ഇവരുടെ അടുത്താണ് ഈ വീരശൂര പരാക്രമണം. അപ്പം അന്ന് ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ വശത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ FIR ഫയൽ ചെയ്യിപ്പിക്കാൻ നോക്കി. അന്നേരം അത് എന്താ പറയുക, അങ്ങനെ സിമ്പിളായിട്ട് FIR ഇടാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അവരത് ചെയ്യില്ലായിരുന്നു, അവർ ചെയ്തില്ല. അതിന് അവസാനം അതായത് പണത്തിന് മീതെ പരുന്തും പറക്കൂല എന്നുള്ളൊരു ചൊല്ലില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. പൈസ ഉള്ളവരുടെ കൂട്ടത്തിൽ അവർ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും മീഡിയയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട്, ആൾക്കാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെയൊക്കെ ഈ പ്രശ്നം പൊങ്ങി വരണം എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ആ ഒരു സമയത്ത് നമുക്കത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കോടതിയായിട്ട് മുന്നോട്ട് പോയി. എനിവേ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ള കേസുകളാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള കേസുകളാണെങ്കിലും മ്യൂച്വലി പിൻവലിച്ചു, ഡിവോഴ്സ് തന്നു. പിള്ളേർക്ക് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മക്കളുടെ കസ്റ്റഡി പിൻവലിച്ചു. അത് പിന്നെ ആളിപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിച്ചു. ആ വശം തീർന്നേ. ഇനി ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരു 2 ആഴ്ച മുന്നേ എഗെയിൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെന്ന് ആലോചിച്ച് വേണം.
എൻ്റെ മദറിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്താണ്, ഞാൻ കൊടുക്കേണ്ട പോലെ കൊടുക്കും, കേസ് കൊടുക്കേണ്ട പോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിള്ളേരെയും കൊണ്ട് വരേണ്ടി വരും. എൻ്റെ പിള്ളേരാണ്, ഞാൻ കൊണ്ടുപോകും. ഈ പറയുന്ന വ്യക്തി ഒരു കാര്യങ്ങളും തരില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. എപ്പോഴെങ്കിലും ആൾക്ക് തോന്നുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തെങ്കിലായി ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും തരണ്ട. ഇപ്പോഴും ഞാൻ പറയുന്നത് ഒന്നും ചെയ്യണ്ട, ഒന്ന് തലേന്ന് ഒഴിഞ്ഞു പോയാൽ മതി, ഈ ഒരു ശല്യം എനിക്ക് തീർന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഞാൻ അത് തന്നെയാട്ടോ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് ഇങ്ങനെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും നാട്ടുകാർ നോക്കുന്നു, വീട്ടുകാർ നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പോൾ ഏകദേശം 2022 ഡിവോഴ്സ് ആയത് 23, 24, 25, 26 കേട്ടോ. 4 വർഷമാകും ഈ ഡിസംബർ വരുമ്പോൾ ഡിവോഴ്സായിട്ട് ഞാൻ. അത് കഴിഞ്ഞിട്ടും ആളുടെ വശമൊക്കെ സേഫാക്കി വെച്ചു, ആൾക്ക് യാതൊരു കുഴപ്പമില്ല, കല്യാണം കഴിച്ചു. വീണ്ടും വന്നിട്ട് എൻ്റെ വയസ്സായ മാതാപിതാക്കളോടും എൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത മക്കളോടുമാണ് ഈ ഇത്. അതുകൊണ്ട് ഞാനങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം നമ്മുടെ നാട്ടിലെ കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി കേട്ടിരുന്നു. ഒളിച്ചോടിപ്പോയ അമ്മ, അച്ഛനാണ് മക്കളെ വളർത്തുന്നത്, ഒളിച്ചോടിപ്പോയ അമ്മ കാമുകൻ്റെ കൂടുതലാണുള്ളത്. എന്നിട്ട് കോടതി വിധിച്ചേക്കുന്നു അവിടെ കൊണ്ടു ചെന്നിട്ട് മക്കളെ കാണിക്കാനായിട്ട്. അതേപോലത്തെ നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എനിക്കിതിലൊന്നും അത്ഭുതമില്ല. എനിവേ, എൻ്റെ വീട്ടുകാരെ വെല്ലുവിളിച്ചിട്ട് പോയേ ഇപ്പോഴും ഞങ്ങളെ ശല്യം ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് ഏത് കോടതിയിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓരോരോ കഥകളൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ അച്ഛൻ കൈമുട്ട് വെച്ചിട്ട് ഇടിച്ച് അതിൻ്റെ ആന്തരികാവയവങ്ങളൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് മരിച്ചുപോയി പോലും. അതിന് മുന്നേ അതിനെ തള്ളിയിട്ട് കൈയെല്ലാം ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട്. ഇതിനൊന്നും കുഴപ്പമില്ല. അമ്മ കാമുകൻ്റെ കൂട്ടത്തിൽ പോകുമ്പോൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു പിള്ളേരെ, എന്നിട്ട് പോകുന്നു, അതിനൊന്നും കുഴപ്പമില്ല. ഒരു സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും അവരുടെ കുട്ടികളെ നോക്കിയിട്ട് ജീവിക്കണം, മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് എനിക്കൊരു പെൺകുട്ടിയാണ്, അതിൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണം. മറ്റുള്ളവരുടെ അടുത്തേക്ക് വിടുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവൾ കളിക്കാൻ പോകുമ്പോൾ പോലും എനിക്ക് ടെൻഷനാണ്. ഞാനിവിടെ ഇരുന്ന് ആലോചിച്ച് ഞാൻ അപ്പം വിളിക്കും, ഞാൻ അവളെവിടെയാണ് നോക്ക്, എവിടെയാണ് പോയത് നോക്ക്, എനിക്ക് അത്രയ്ക്കൊരു ടെൻഷനാണ്. അപ്പം അങ്ങനെ ജീവിക്കുന്നവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് എനിക്കറിയില്ല, മുന്നോട്ട് എന്താണെങ്കിലും ഞാൻ അറിയിക്കും. പേടിച്ചിരിക്കും തോറുമാണ് നമ്മളിങ്ങനെ കൂടുതൽ ഉപദ്രവിക്കാൻ വരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, എൻ്റെ പേടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. എനിക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല. വരുന്നത് പോലെ ഞാനിപ്പോൾ ഒരാളെയും കൊന്നിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബം നോക്കി മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്താണ് ഇതുപോലെ വരുന്നത്, ഇനിയും വെറുതെ വിടാൻ ഭാവമില്ലെങ്കിൽ നമുക്ക് നേരിട്ടല്ലേ പറ്റുള്ളൂ അല്ലേ, നിങ്ങൾ പറ. ഇതൊക്കെയാണ് കേട്ടോ, ഇതൊക്കെയാണ് എൻ്റെ സിംഗിൾ ലൈഫ്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കുന്നത് നമുക്ക് എന്തൊക്കെയോ കുറവുണ്ട്. ശരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എനിക്ക് യാതൊരു കുറവുമില്ല, ഞാൻ ഓക്കെയാണ്, വെറുതെ വിട്ടാൽ മതി. എനിക്ക് തോന്നുന്ന അറിയുന്ന ആൾക്കാരാണ് നമുക്കിട്ട് വെച്ച് കീറിത്തരുന്നത്. സ്ട്രേഞ്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു വ്യക്തികളുണ്ടാവില്ല. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ചിലവരുടെ മെസ്സേജൊക്കെ വരുന്ന കണ്ടാലുണ്ടല്ലോ, എനിക്കറിയില്ല അവരൊക്കെ എവിടുന്നാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നതെന്ന്. ഈ പറയുന്ന ഓൺലൈൻ ആങ്ങളമാരോ പെങ്ങന്മാരോ ഒന്നും ആയിട്ടല്ല, പക്ഷെ അവരുടെ ഓരോരോ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട്, അതാ സ്ട്രേഞ്ചേഴ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ അറിയുന്നവരെ എല്ലാവരെയും ഞാൻ പറയില്ല, നമ്മളെ അറിയാവുന്നവരാണ് നമുക്കിട്ട് ഏറ്റവും കൂടുതൽ പണി തരുന്നത്. എല്ലാവരും ഇല്ല കേട്ടോ, കുറേ പേര് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഇമോഷണലി ഡാമേജോ അല്ലെങ്കിൽ സ്ട്രെസ്ഡോ ഡിപ്രസ്ഡോ ഒന്നുമല്ല കേട്ടോ. കുറേ നാളായി ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ സിമ്പിളാണ്, നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം. നമുക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെ ആ ഒരു കണ്ണുകൊണ്ട് മാത്രമേ കാണുകയുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ ഈ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ. ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും എൻ്റെ അവസ്ഥ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എല്ലാ സ്ത്രീകൾക്കും ഇപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ ഫാമിലിയിൽ കുറച്ച് ലേറ്റായിട്ട് കല്യാണം കഴിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 17 വയസ്സ് 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുന്നവരായിരുന്നു. അപ്പോൾ അപ്പോഴില്ലാത്തൊരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ ആ ഒരു കണ്ണുകൊണ്ട് കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന കല്യാണം കഴിച്ച സ്ത്രീകൾക്കാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നത്. അവരോടാണ് മെയിനായിട്ടും
തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിച്ച് ഒഴിവാക്കിയ ഒരു സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും ഇപ്പോൾ അവരെ ചൂണ്ടി ഒരു കുറ്റം പറയില്ല. നീ ഇങ്ങനെ ചെയ്തു എന്നോട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത്. മിക്ക സ്ത്രീകളും തന്നെ മിണ്ടില്ല. ആ ചൂഷണങ്ങളൊക്കെ സഹിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയുള്ളൂ. കൂടുതൽ കാര്യമൊന്നും നമ്മൾ എക്സ്പോസ് ചെയ്യണമെന്നില്ല. നമുക്ക് നാണക്കേടല്ലേ, നമ്മൾ നമ്മുടെ പരിധിയൊക്കെ നോക്കൂലേ, എൻ്റെ കുറവുകൾ ഞാൻ നോക്കൂലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ആ ഒരു റീസൺ കൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത്രത്തോളം ഇത് വരുന്നത് എല്ലാ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മൂഡ് കയറുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ, ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, സ്ക്രിപ്റ്റായിട്ട് എഴുതി വെച്ചിട്ടോ ഇതൊന്നുമല്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എത്ര പേര് കാണുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടപ്പം ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടു, ഞാൻ റീല് നിർത്താൻ പോകുക എന്നുള്ളൊരു പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് റീച്ചായ ഒരു പയ്യനാണ് കേട്ടോ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അവൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഈവൻ 1 വ്യൂ ആണെങ്കിൽ പോലും അത് നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പം ഞാനും ആ ഒരു ഇത് വിശ്വസിക്കുന്നു. 1 വ്യൂ ആണെങ്കിലും 2 വ്യൂസ് ആണെങ്കിലും അതെൻ്റെ പ്രേക്ഷകനാണ്, അല്ലെങ്കിൽ പ്രേക്ഷകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ആൾക്കാർ കേൾക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. എനിവേ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.